ഇന്ത്യ UAE സൗഹൃദത്തിന്റെ സുന്ദര കാഴ്ചകൾക്ക് ഇത്തവണ ഗൾഫിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ സാക്ഷിയായി. UAE സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ നേരിട്ടെത്തിയാണ് അബുദാബിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. ഇന്ത്യയുടെ സമൃദ്ധമായ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ഗൾഫിലെ ആഘോഷം. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഡൽഹി സന്ദർശിച്ച് ദിവസങ്ങൾക്കുള്ളിലായിരുന്നു ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ. ആ കൂടിക്കാഴ്ചയുടെ ഉള്ളറിഞ്ഞുള്ള ഊഷ്മളത അബുദാബിയിലെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിലും പ്രകടമായി. രാജ്യത്തിന്റെ സഹിഷ്ണുതാ കാര്യമന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ ഇന്ത്യൻ എംബസി ഒരുക്കിയ ആഘോഷങ്ങളിൽ പങ്കെടുത്തു. അബുദാബി റിറ്റ്സ് കാൾട്ടൺ ഹോട്ടലിൽ എംബസി ഒരുക്കിയ ആഘോഷങ്ങളിലാണ് അദ്ദേഹം പങ്കെടുത്തത്. We are honored by the presence of His Highness Sheikh Nahyan bin Mubarak Al Nahyan, UAE Minister of Tolerance and Coexistence. ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ ദീപക് മിത്തൽ അതിഥികളെ സ്വീകരിച്ചു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി അടക്കമുള്ളവർ ആഘോഷത്തിൽ പങ്കാളികളായി. അബുദാബിയിലെ എംബസി ആസ്ഥാനത്ത് നടന്ന ആഘോഷങ്ങളിലും അംബാസഡർ ദീപക് മിത്തൽ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റ്, മസ്കറ്റിലെ ഇന്ത്യൻ എംബസി, സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയും ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റും തുടങ്ങി വിവിധ ഇടങ്ങളിൽ നടന്ന ആഘോഷങ്ങളിൽ രാജ്യത്തിന്റെ പ്രൗഢിയും സംസ്കാരവും മാനവികതയും നിറഞ്ഞു നിന്നു. ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം സംസാരിക്കുമ്പോൾ കോൺസൽ ജനറൽ സതീഷ് കുമാർ ശിവൻ പറഞ്ഞതും ഇന്ത്യ UAE സൗഹൃദത്തിന്റെ ആഴത്തെക്കുറിച്ചാണ്. വ്യാപാരം ഇരട്ടിയാക്കാനും വെർച്വൽ എംബസി യാഥാർത്ഥ്യമാക്കാനുമുള്ള രാജ്യങ്ങളുടെ തീരുമാനം തന്നെയാണ് നിർണായകം. It was a very short visit. It was just about a couple of hours, but I would say it was a very highly impactful visit. Wide-ranging areas were covered. This demonstrates the broad canvas as well as the strategic depth of the relationship between India and UAE. പ്രവൃത്തി ദിവസമായിട്ട് പോലും കോൺസുലേറ്റിലെത്തിയ ആഘോഷങ്ങളിൽ നിരവധി പേർ പങ്കെടുത്തു. വിദേശത്ത് കഴിയുമ്പോഴും ആത്മാഭിമാനത്തിന്റെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം അവർ പങ്കിട്ടു. I am Bapuji. Okay. You like Bapuji? Why? I fight for freedom and space. I feel really happy. Yeah, we love our nation, we love our flag. Thank you. We feel so excited to perform on this stage. We get the opportunity to show our talent on this stage and it feels so nice. Really enjoy. It was emotional dancing as well. It's for India. We're proud to be Indians and it's good to be a part of this. I feel really nice. I feel like energetic still. I can do it again. It feels very nice because like everyone here is so supportive. It feels very proud to be an Indian, and then dancing in the Indian consulate, it's emotional and full of josh at the same time. It feels very nice. I really enjoyed myself. This is the first time I'm doing this traditional dance and it felt very nice. The audience were supportive, like they were cheering up us a lot. ഒമാനിലെ ഇന്ത്യൻ എംബസിയിലും രാജ്യത്തെ വിവിധ ഇന്ത്യൻ സ്കൂളുകളിലും നടന്ന ആഘോഷങ്ങൾ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മഹത് ചരിത്രവും പോരാട്ടവും ഓർമ്മപ്പെടുത്തി. എംബസിയിലെ ചാർജ് ഡി അഫയേഴ്സ് തവിഷി ബേഹൽ പാണ്ഡെ ദേശീയ പതാക ഉയർത്തി. ഇന്ത്യൻ സ്കൂളിലെ ആഘോഷത്തിൽ വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് റിപ്പബ്ലിക് ദിന പരേഡും വിവിധ പരിപാടികളും അവതരിപ്പിച്ചു. ദശലക്ഷക്കണക്കിന് ഇന്ത്യക്കാർ താമസിക്കുന്ന സൗദി അറേബ്യയിൽ റിയാദിലെ ഇന്ത്യൻ എംബസിയിലും ജിദ്ദയിലെ കോൺസുലേറ്റിലുമായിട്ടായിരുന്നു പ്രധാന ആഘോഷങ്ങൾ.
എംബസിയിൽ അംബാസിഡർ ഡോക്ടർ സുഹൈൽ ഇജാസ് ഖാനും ജിദ്ദ കോൺസുലേറ്റിൽ കോൺസൽ ജനറൽ ഫഹദ് അഹമ്മദ് ഖാൻ സൂരിയും ദേശീയ പതാക ഉയർത്തി. ബഹ്റൈനിൽ ഇന്ത്യൻ അംബാസിഡർ വിനോദ് ജേക്കബ് ദേശീയ പതാക ഉയർത്തി. സീഫിലെ ഇന്ത്യൻ എംബസി ആസ്ഥാനത്ത് നടന്ന ആഘോഷത്തിൽ ബഹ്റൈനിലെ പ്രമുഖരടക്കം നൂറുകണക്കിന് പേർ പങ്കെടുത്തു. मेरे प्यारे देशवासियों नमस्कार. देश और विदेश में रहने वाले हम भारत के लोग उत्साह के साथ गणतंत्र दिवस का उत्सव मनाने जा रहे हैं. ആഘോഷങ്ങൾക്കും അപ്പുറം രാജ്യസ്നേഹത്തിന്റെയും മാനവ സൗഹാർദ്ദത്തിന്റെയും രേഖപ്പെടുത്തലായിരുന്നു റിപ്പബ്ലിക് ദിനത്തിലെ പ്രവാസി കാഴ്ചകൾ. വിദേശ രാജ്യങ്ങളിലെ ഭരണകർത്താക്കൾ അടക്കമുള്ളവർ ഇന്ത്യക്കാരുടെ ആത്മാഭിമാനത്തിന്റെ ആഘോഷവേളകളിൽ പങ്കാളികളായത് രാജ്യത്തിനുള്ള അംഗീകാരം കൂടിയായിരുന്നു.